വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കിയ ഗ്രീൻ പീസും 2 ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം തക്കാളി അരിഞ്ഞതും കുക്കറിലാക്കി അതിലേക്ക് പാകത്തിന് വെള്ളമൊഴിച്ച് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പാകത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് വേവിച്ചെടുക്കുക. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കുറച്ച് വലിയ ജീരകം ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം 2 സവാള ചെറുതായി അരിഞ്ഞത് നന്നായി വഴറ്റിയെടുക്കുക. സവാള നന്നായി വഴറ്റിയതിന് ശേഷം 2 പച്ചമുളക് കൂടി അതിലേക്ക് ചേർക്കുക. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർക്കുക. സവാള പാകത്തിന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. അപ്പം, പുട്ട്, ദോശ, ചപ്പാത്തി എന്നിവയ്ക്കെല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. ഒരുപാട് ടൈം നമ്മൾ മെനക്കെടേണ്ട ആവശ്യമില്ല. എല്ലാം നന്നായി വഴണ്ടു വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി കറി ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. എല്ലാവരും എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.